നിങ്ങൾ കേവലം വചനം പഠിക്കുന്നവരായിട്ട് മാത്രമല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നവരായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമാക്കിയത് തീർക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കും കടന്നുവരുവാനുള്ള കുഞ്ഞുങ്ങളെ കർത്താവ് കൊണ്ടുവരും. മഹത്വവും സ്തുതിയും ബഹുമാനവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഓക്കെ, നമ്മൾ ക്രിസ്ത്യൻ ലീഡർഷിപ്പ്, ക്രിസ്തീയ നേതൃത്വത്തെക്കുറിച്ചാണ് നമ്മൾ മൊത്തം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രിസ്തീയ നേതാവിനുണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളെക്കുറിച്ച് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തു? ജനറലായിട്ടുള്ള പൊതുവായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ബൈബിളിൽ നിന്ന് നമ്മൾ അങ്ങനെയുള്ള ചില ക്യാരക്ടേഴ്സിനെ എടുത്ത് അവരുടെ ജീവിതത്തിൽ കാണുന്ന നേതൃത്വ ഗുണങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. അതിൽ നെഹമ്യാവിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇന്നലെ നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് ഒരാളെ എടുത്തു, അത് പൗലോസാണ്. അത് മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടാണ് പൗലോസിൻ്റെ ജീവിതത്തിലെ നേതൃത്വ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നമുക്കെല്ലാം കടന്നു വരാം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു പഴയ നിയമ വിശുദ്ധനിലേക്ക് പോവും. അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ നിയമ ആളെയും കൊണ്ട് എടുക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം, അതിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിച്ചു. പൗലോസ് ഇതൊക്കെ പറയുന്നതിൻ്റെ പുറകെ ഏത് സാഹചര്യത്തിലാണ് പൗലോസ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളതിൻ്റെ വേദഭാഗത്തിലേക്ക് പ്രവേശിച്ചു. 19 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ നിന്ന് പൗലോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു നേതാവെന്നുള്ള രീതിയിൽ തന്നിൽ നമ്മൾ കാണുന്ന നേതൃത്വ ഗുണങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തേത് നമ്മൾ വായിച്ചു, ഹി വാസ് എ മാൻ ഓഫ് ഹ്യൂമിലിറ്റി. താഴ്മയുള്ളൊരു മനുഷ്യനായിരുന്നു. വേദപുസ്തകത്തിന് അതിന് ഉദാഹരണമായിട്ട് നമ്മൾ 2-3 പേരെ കൂടെ എടുത്തു. വേദപുസ്തകത്തിലെ താഴ്മയെക്കുറിച്ച് ഉദാഹരണമായി പറഞ്ഞിരിക്കുന്ന വേറെ 2-3 പേരെ പറഞ്ഞു. ഒന്ന് മോശയെ പോലെ സൗമ്യൻ വേറെ ഇല്ലെന്നാണ് പറയുന്നത്, അല്ലേ? അതെ. രണ്ടാമത് നമ്മൾ കണ്ടത് യേശു തന്നെ പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണെന്ന്. പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ നേതൃത്വ ഗുണങ്ങളിൽ ഒന്ന്, ഹി വാസ് എ മാൻ ഓഫ് ഹ്യൂമിലിറ്റി. നമ്മളത് പറയുമ്പോൾ ഇതാരായി മനുഷ്യൻ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അന്ന് ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാരിൽ വെച്ച് എല്ലാം കൊണ്ടും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയുള്ളൊരു മനുഷ്യനാണ്. എല്ലാം കൊണ്ടും, പണം കൊണ്ട്, കുടുംബ പശ്ചാത്തലം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, സ്വാധീനം കൊണ്ട്, എല്ലാം കൊണ്ടും പൗലോസിൻ്റെ ഒപ്പം നിൽക്കാൻ ആരുമില്ലായിരുന്നു. ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് താൻ താഴ്മയുള്ളവനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മുടെ ശുശ്രൂഷ വിജയിക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് മനഃപൂർവ്വം നമ്മൾ ഉണ്ടാക്കി എടുത്തേ പറ്റൂ. കാരണം ആരും താഴ്മയുള്ളവനായിട്ട് ജനിക്കുന്നില്ല. ദാറ്റ്സ് എ ക്യാരക്ടർ ദാറ്റ് വി ഹാവ് ടു ഡെവലപ്പ്. നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു സ്വഭാവമാണ്. രണ്ടാമത് നമ്മൾ പഠിച്ചു, ഹി വാസ് എ മാൻ ഓഫ് ടിയേഴ്സ്. ഒരു കണ്ണുനീരിൻ്റെ മനുഷ്യനായിരുന്നു. നമ്മളും കണ്ണീരിൻ്റെ മനുഷ്യരാണ്. എപ്പോഴാ നല്ല പറഞ്ഞു, ഇവിടെ ഉള്ളി അരിയുമ്പം ആ കണ്ണീരല്ല പൗലോസിൻ്റെ കണ്ണീര്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പഠിക്കുന്ന മുഴുവനും. അതിൻ്റെ 19 വാക്യങ്ങളാണ്. വാസ് എ മാൻ ഓഫ് പ്രയർ. നമ്മൾ അവസാനം കരഞ്ഞത് നിന്നാ ആരാണ്ട് വഴക്ക് പറഞ്ഞപ്പോൾ, അല്ലേ? ആ കണ്ണീരെ കുറിച്ചല്ല ഈ പറയുന്ന പൗലോസ്. മൂന്നാമത്തത് പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ
എങ്ങനെയാ ഞാൻ നിങ്ങളുടെ ഒന്നാം നാൾ മുതൽ വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ, എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ കഴിയണമെങ്കിൽ അത് ലൈഫ് സ്റ്റൈൽ എന്നായെങ്കിലേ പറ്റത്തുള്ളൂ. വല്ലപ്പോഴും ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, താഴ്മ അഭിനയിക്കാം, കണ്ണുനീര് അഭിനയിക്കാം. പക്ഷെ ഞാൻ വന്ന ഒന്നാം നാൾ തൊട്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിരുന്നപ്പോഴൊക്കെ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയായിരുന്നു. വളരെ താഴ്മയോടെ, കണ്ണുനീരോടെ. പിന്നെ യെസ്, ശ്രദ്ധിച്ചേ. അപ്പം പൗലോസിന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് കഷ്ടം സഹിക്കാനുള്ള ഒരു മനസ്സ്, എ വില്ലിംഗ്നെസ് ടു സഫർ. ഇന്ന് സുവിശേഷ വേല ഇറങ്ങുന്ന ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്തുവാ? കഷ്ടത എന്ന് പറയുന്നത്. ദൈവവേദനായി കഴിഞ്ഞാൽ കഷ്ടത ഉണ്ടാകില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു തിയോളജി തന്നെ ഇറങ്ങിയിട്ടുണ്ട്, ദൈവശാസ്ത്രം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം എടുത്തുമ്പോൾ നിങ്ങൾ പഠിച്ചു നോക്കിക്കേ. പൗലോസ് പറയാ, ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചത് മുഴുവനും കഷ്ടം സഹിച്ചുകൊണ്ടാണ്. 2 തിമോഥെയോസ് 2:1. ആ ആ ആ 3-ാം വാക്യം കൊണ്ട് വായിച്ചു വന്നിട്ട്, മനുഷ്യരെ നീ പരമേൽപ്പിക്കുക. 3-ാം വാക്യം. ആ ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് ജീവിക്കേ. കഷ്ടം സഹിക്കുക. മിനിസ്ട്രി ഈസ് എ കോൾ ഫോർ സഫറിങ്. ശുശ്രൂഷ എന്ന് പറയുന്നത് കഷ്ടം സഹിക്കാനുള്ളൊരു വിളിയാണ്. ശ്രദ്ധിച്ചോണം, കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂസ് എടുത്ത്, ടേക്കിംഗ് ദ ക്രോസ്. അത് വലിയ സുഖമുള്ള പണിയൊന്നുമല്ല. അതിനൊരു മനസ്സില്ലെങ്കിൽ, അതിനൊരു ഒരുക്കമില്ലെങ്കിൽ ദയവ് ഇത് ഈ പണിക്ക് ഇറങ്ങരുത്. കാരണം നമ്മളൊക്കെ വിചാരിച്ചത് എന്താണെന്നറിയാമോ? ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്നാ സുഖം, അടിപൊളി ജീവിതം, എന്നാ കുഴപ്പം ഇവിടെ? നോ, ഇറ്റ്സ് എ വേ ഓഫ് സഫറിങ്. ഇത് കഷ്ടതയുടെ ഒരു മാർഗമാണ്. അതുകൊണ്ടാണ് ഒരു ഭക്തൻ എഴുതിയത്, കഷ്ടതയാകുന്ന ചൂളയിൽ ഞാൻ ശുദ്ധനാകുന്നതേ ദൈവ ഇഷ്ടം, വിട്ടുനീങ്ങില്ല ഞാൻ ഒട്ടുമേ, പിന്മാറുകയില്ല, ഭീതി തെല്ലുമില്ല. മുട്ടകീർച്ച എഴുതിയൊരു പാട്ടാണ്. അധികം പോപ്പുലർ ആവാത്തൊരു പാട്ടായത്, കാരണം അത് കഷ്ടതയുടെ ആയതുകൊണ്ടായത്. അദ്ദേഹം എഴുതിയ മറ്റു പല പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായപ്പോൾ ഈ പാട്ട് അധികം എന്ത് ചെയ്തിട്ടില്ല. പുള്ളി അങ്ങനെ എഴുതിയിട്ടുള്ളൂ എന്ന് പോലും, പുള്ളിയുടെ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയോന്ന് തന്നെ പലർക്കും അറിയത്തില്ല. ആ പാട്ട് ഇങ്ങനെ പാടുന്നത്, കഷ്ടതയാകുന്ന ചൂളയിൽ ഞാൻ ശുദ്ധനാകുന്നതേ ദൈവ ഇഷ്ടം, കഷ്ടതയാകുന്ന ചൂളയിൽ ഞാൻ ശുദ്ധനാകുന്നതേ ദൈവ ഇഷ്ടം, വിട്ടുനീങ്ങില്ല ഞാൻ ഒട്ടുമേ, പിൻ മാറുകില്ല, ഭീതി തെല്ലുമില്ല, വിട്ടുനീങ്ങില്ല ഞാൻ ഒട്ടുമേ, പിൻ മാറുകില്ല, ഭീതി തെല്ലുമില്ല. പിള്ളേരൊക്കെ പട്ടിണി കിടക്കുകയാണ് ആളുകളായിട്ട്. കുടിക്കാൻ ഒന്നുമില്ല, കൊടുക്കാനോ ഒന്നുമില്ല. അതിൻ്റെ ഒരു വരി ഇങ്ങനെ, പിഞ്ചു കുഞ്ഞുങ്ങളൻ ചാര നിന്ന് കെഞ്ചിടുന്നു പശിയാറ്റിടുവാൻ, പിഞ്ചു കുഞ്ഞുങ്ങളൻ ചാര നിന്ന് കെഞ്ചിടുന്നു പശിയാറ്റിടുവാൻ. അമ്മ ഇന്നൊന്നും ഇല്ലയോ? എനിക്ക് വിശക്കുന്നു. 4 കുട്ടികളാ. വിശക്കുന്നു എന്ന് പറയുമ്പോൾ കൊടുക്കാവുന്നില്ല. ചഞ്ചലമേതുമില്ല എൻ്റെ ഉള്ളിൽ, തഞ്ചമേകും എൻ്റെ ആത്മനാഥൻ, ചഞ്ചലം ഏതുമില്ല എൻ്റെ ഉള്ളിൽ, തഞ്ചമേകും എൻ്റെ ആത്മനാഥൻ. കൂടെ വന്നവരൊക്കെ എന്ത് ചെയ്തു? നിന്ന പ്രസ്ഥാനം വിട്ടിറങ്ങിയപ്പോഴത്തേനെ കൂടെ വന്നവരൊക്കെ എന്ത് ചെയ്തു? ശത്രുക്കളായി. അതുവരെ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ എന്തായി മാറി? ഒറ്റ രാത്രി കൊണ്ട് ശത്രുവായിട്ട് മാറിയിരിക്കുക. ഇപ്പോൾ എല്ലാവരുടെയും ചില ആശയങ്ങളുടെ വെളിച്ചത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അടുത്ത വരി നിങ്ങൾക്ക് കാണാം. കൂടെ മരിച്ചിടാം എന്നു ചൊന്നോർ
മാറി നിന്ന് ആക്ഷേപമോതിടുന്നു. ഞങ്ങളുണ്ടെന്നേ, കൂടെ ചാവാൻ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞവരിപ്പോൾ മാറി നിന്ന് ആക്ഷേപം പറയാ. എൻ്റെ അവസാനത്തെ വരി പുള്ളി ഇങ്ങനെ എഴുതി അവസാനിപ്പിച്ചത്: ഞാൻ പെടും പാടുകൾ മാത്രമാണ് പിൻവരും മേന്മയ്ക്കു മാറ്റുകൂട്ടും, താൻ പെട്ട പാടുകളാൽ തികഞ്ഞോൻ തേജസ്സിൽ ചേർത്തിടും യേശുരാജൻ. ഇത് കഷ്ടതയുടെ മാർഗ്ഗമാണ്. ശിവഗീതാവിലൊന്നും തപ്പിയ ഈ പാട്ട് കിട്ടത്തേ ഇല്ല. ഇത് കഷ്ടതയുടെ മാർഗ്ഗമായിരുന്നു. അവരറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനകത്തോട്ട് ഇറങ്ങിയത്. നമ്മളോ ഇത് ഇത്രയും കഷ്ടതയായിരുന്നെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തില്ലായിരുന്നു, ഇറങ്ങില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് എന്നും രാവിലെ വെള്ള ഷർട്ടും തേച്ചല്ലല്ലോ വടി പോലുള്ള ഷർട്ടൊക്കെ ഇട്ടും ഇറങ്ങിക്കഴിഞ്ഞ് അല്ല സ്പ്രേ ഒക്കെ അടിച്ചങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പറ്റുന്നൊരു മാർഗമാ. അല്ല, ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി തിമോത്തിയോസേ, നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് പോലെ നീയും എന്ത് ചെയ്യരുത്, ഇടപെടരുത്. എന്തോ വേണം പട്ടിണി വരുമ്പം? ഒരു ദിവസത്തെ പണിക്ക് പോകണോ? ഞാൻ പണിക്ക് പോകുന്നതിനൊന്നും എതിരല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് തന്നെ. ദൈവത്തിൻ്റെ പോഷിപ്പ് അറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ പരിപാലനം അറിയണമെങ്കിൽ ആ കഷ്ടതയോടെ കടന്നു പോയതേ പറ്റത്തുള്ളൂ. കടം തരാൻ ഇഷ്ടം പോലെ ആളുകൾ കാണും, തീർച്ചയായിട്ടും. എന്നാലും നോ. പൗലോസ് തൻ്റെ ജീവിതത്തിൽ പറയുകയാണ്, ഞാൻ കഷ്ടതയോടുകൂടെ നിങ്ങളുടെ മധ്യേ ശുശ്രൂഷിച്ചത്, അല്ലേ? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നീ ഇരുന്നു എന്നും വളരെ താഴ്മയോടെ കണ്ണുനീരോടെ യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ. പൗലോസിന്റെ ഒരു മെന്റാലിറ്റി നിങ്ങൾ നോക്കിയേ, കഷ്ടം സഹിക്കാനുള്ള ഒരു മനോഭാവം. എൻ്റെ മൂന്നാമത്തെ സ്വഭാവം അതാണ്, കഷ്ടം സഹിക്കാനുള്ള. നമുക്കത് എത്ര നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും അതിനകത്ത്? ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ പട്ടിണി കിടക്കാം, രണ്ടാമത്തെ ദിവസവും വേണമെങ്കിൽ ഒപ്പിക്കാം, മൂന്നാമത് അല്ല എന്തുവാ കണ്ടേക്കുന്നേ, ഓഫീസിൽ ചെല്ല്, സാറിനോട് പറ എന്ന് പറയൂ? ഇല്ല. എൻ്റെ ദൈവം തരും. സാറിനെ വിളിച്ച ദൈവം തന്നെ എന്നെ വിളിച്ചത്. സാറിനുള്ള വാക്തത്വം തന്നെ എനിക്കും ഉള്ളത്. സാറിൻ്റെ ബൈബിൾ തന്നെ ഞാനും ഉപയോഗിക്കുന്നത്. ഒന്ന് മുഴങ്കാലൊന്ന് മടക്കിക്കേ. നീ ആരുടെ അടുക്കലും പോകേണ്ടി വരത്തില്ല. നിൻ്റെ അടുക്കിലേക്ക് ദൈവം തൻ്റെ ദൂതനെ പറഞ്ഞേക്കും. നിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞേക്കുമെന്നാ. അതുകൊണ്ട് ആവശ്യം വന്ന ദുരഭിമാനം കൊണ്ട് പറയാതിരിക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ. അതല്ല ഞാൻ ഈ പറഞ്ഞത്. പോലീസ് പറയുന്നു, ഞാൻ കഷ്ടങ്ങളാൽ. 20-ാം വാക്യമാണോ അത്? ഓക്കെ, അടുത്തത് വായിച്ചോ. യെസ്, അടുത്തത് കഷ്ടങ്ങളാൽ. അടുത്തത് കർത്താവിനെ സേവിച്ചു. ഇന്ന് സേവ പല ടൈപ്പാ, ഇല്ലേ? ദൃഷ്ടിസേവകളാൽ മനുഷ്യരെ സേവിക്കുന്നവരുണ്ട്. പൗലോസ് പറയാ, ഞാൻ കർത്താവിനെയാ സേവിക്കുന്നത്. ഇവിടെ സേവിക്കുക എന്നുള്ളത് ആരാധിക്കുക എന്നുള്ള പദം അല്ല, സെർവിങ് ദ ലോർഡ്. കർത്താവിനെ ഞാൻ എന്ത് ചെയ്തു? ശുശ്രൂഷ ചെയ്തു പോന്നു. നീ കർത്താവിന് വേലക്കാരനാണോ ശുശ്രൂഷക്കാരനാണോ? വേലക്കാരനാ. ഞാൻ ശുശ്രൂഷകനാണ്. വേലക്കാരന് കൂലിയുണ്ട്, ശുശ്രൂഷക്കാരന് എന്തില്ല? കൂലിയില്ല. അവന് പിന്നെ എന്തുള്ളേ? അവന് ഓഹരിയാവുള്ളത്. യജമാൻ എന്ത് കഴിക്കുന്നു? അതിൻ്റെ ഓഹരിയാണ്. ഇതുപോലെ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. കർത്താവിന് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ
അത് വേലക്കാരനായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. വേലക്കാരൻ എൻ്റെ കൂലിക്ക് യോഗ്യനാ. പക്ഷെ എനിക്ക് തമ്പുരാൻ തരുന്നത് മുഴുവനും കൂലിയേക്കാൾ അപ്പുറമാ. കാര്യം എന്നാണെന്നറിയാമോ? അവൻ്റെ പങ്ക് അവൻ എനിക്ക് എടുത്തു തരുന്നേ. ഒരു വീട്ടിൽ വേലയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ വീട്ടുടമസ്ഥനോടൊപ്പം വേലക്കാരെ ഇരുത്തത്തില്ല. ആരെ ഇരുത്തും? ശുശ്രൂഷകരെ ഇരുത്തും. അപ്പം നിന്നെ ആരായിട്ടാണ് കരുതിയേക്കുന്നത്? ഒരു ശുശ്രൂഷകനായിട്ടാണ് കരുതിയേക്കുന്നത്. നീ കണക്ക് പറയുമ്പം കേട്ടാ തോന്നുന്നു നീ വേലക്കാരനാന്ന് തോന്നുന്നു. മനസ്സിലാകുന്ന കണക്ക് പറയുന്നവൻ ആരാ? വേലക്കാരൻ. ശുശ്രൂഷകനോ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. ഞാനിപ്പോഴും അപ്രയോജന. നമ്മൾ വേലക്കാരനല്ല, നമ്മൾ ശുശ്രൂഷകൻ. ഇവിടെ പൗലോസ് ഉപയോഗിച്ച പദം നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ കർത്താവിനെ സേവിച്ചു പോന്നു അല്ലെങ്കിൽ ശുശ്രൂഷിച്ചു പോന്നു. അതിൻ്റെ ഗ്രീക്ക് പദം പഠിച്ചാതാണ്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, പൗലോസിന്റെ സ്വഭാവം, ഹി വാസ് എ സെർവൻറ്റ്. ഒരു ദാസ്യ മനോഭാവത്തോടെയാ തൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്. ദാസ്യ മനോഭാവം. ഹി വാസ് എ സെർവൻറ്റ്. താൻ ഒരു ശുശ്രൂഷകനായിരുന്നു, അല്ലെങ്കിൽ താൻ ഒരു ദാസനായിരുന്നു, അല്ലെങ്കിൽ താൻ ഒരു സേവകനായിരുന്നു. സേവകൻ കേട്ടില്ല? പണ്ട് മലയാളത്തിൽ ഉപയോഗിച്ചിരുന്നുണ്ട് സേവകൻ, സേവിക എന്ന പദം ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ആ പദം ഇല്ല. അദ്ദേഹം ആരും ഉപയോഗിക്കാറില്ല. ഇന്ന് മുതൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വേലയ്ക്ക് നിങ്ങൾ ഇറങ്ങിയപ്പോൾ നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഇറങ്ങിയതാണോ അതോ വേലയ്ക്ക് ഇറങ്ങിയതാണോ? വേലയ്ക്കാണെങ്കിൽ കൂലി ചോദിച്ച് വാങ്ങിക്കാം. കാരണം റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കടമായിട്ടല്ല, അല്ല കൃപയായിട്ടല്ല, കടമായിട്ടാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? കൂലി തരുന്ന കടമായിട്ടാണോ ആരെങ്കിലും? പിന്നെ ആ വാക്കിൻ്റെ അർത്ഥം, പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? എന്തോ അല്ല, കടമായിട്ടാണോ തരുന്നേ? പിന്നെ അപ്പോൾ പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ റോമാലേഖനം പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചില്ല ആ വാക്യത്തിൻ്റെ അർത്ഥം എന്തുവാണ്. നല്ല രസമായ ഒരു പദം അത്. പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. അതൊന്നും എനിക്ക് ആ വാക്കിൻ്റെ അർത്ഥം എനിക്ക് പിടിയിട്ടില്ല. എങ്ങനെ? ഞാൻ വൈകുന്നേരം ഒരാൾക്ക് കൂലി കൊടുക്കുന്നത് കടമായിട്ടാണോ? അല്ല. എന്തോന്ന് വാക്ക് ഞാൻ റോമാലേഖനം എടുക്കുമ്പോൾ പഠിപ്പിച്ചുതരാം. അപ്പോൾ ഇവിടെ പൗലോസ് പറയാണ്, ഐ എം സെർവിങ് ദ ലോർഡ്. ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യുക? ഞാൻ കർത്താവിനെ എന്ത് ചെയ്യുക? ശുശ്രൂഷ ചെയ്യുക. എങ്ങനെയാ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് പറയുന്നു? കഷ്ടം സഹിച്ചുകൊണ്ട്. ഇറ്റ് വാസ് നോട്ട് ഈസി. വലിയ എളുപ്പമൊന്നും അല്ലായിരുന്നു. പൗലോസിന്റെ നേതൃത്വ ശുശ്രൂഷയിൽ തൻ്റെ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ തന്നിൽ കാണുന്ന ഗുണഗണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത് വായിക്കാം. താഴ്ത്തു വായിച്ചു. ഇനി കർത്താവിനെ സേവിച്ചു വന്നു. അതിനകത്തൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കുറേ വാക്യങ്ങളുണ്ട്. ഇനോ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ വായിച്ചോ, പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിച്ചു. ശ്രദ്ധിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചോ. പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായിട്ടും വീടുതോറും നിങ്ങൾ. ഹി വാസ് കമ്മിറ്റഡ് ടു ഹിസ് മിനിസ്ട്രി. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ അവൻ എന്തായിരുന്നു? ഒത്തിരി കമ്മിറ്റഡ് ആയിരുന്നു, സമർപ്പണമുള്ളവനായിരുന്നു. അവൻ്റെ സമർപ്പണ മനോഭാവം അതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പിന്നെ പറയുന്നത്. വീടുതോറും കയറി ഇറങ്ങി പറയുന്നു. നമ്മൾ ചിലരൊക്കെ അല്ലേ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ, എന്തിനാ ഇത്ര രാവിലെ പോകുന്ന പള്ളിക്ക്? എന്തിനാ ഇത്ര രാവിലെ നിങ്ങൾ പള്ളിയിൽ പോണേ? എനിക്കവിടെ ചെയ്യാൻ ചില ശുശ്രൂഷയുണ്ട്. അതുകൊണ്ട് എല്ലാവരും വരുന്നതിന് മുമ്പേ that shows your commitment to your call. നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷയിലുള്ള നിങ്ങളുടെ
സമർപ്പണമാണ് അത് കാണിക്കുന്നത്. 9:30 വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ 9:29 എത്തണ്ടേ, 9:30 എത്തണ്ടേ, 9:20 അപ്പോഴും 1 മിനിറ്റ് മുമ്പേ ഒന്നില്ലേ? നോ, അത് സമർപ്പണമല്ല. അതെ, അത് സമർപ്പണമല്ല. സമർപ്പിക്കപ്പെട്ടവ നേരത്തെ വരും. പൗലോസ് പറയാ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. ഇനി പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായിട്ടും വീട് തോറും നിങ്ങളെ അറിയിച്ചു, ഉപദേശിക്കുകയും ചെയ്തു. കാരണം ഹി വാസ് സോ കമ്മിറ്റഡ് ടു ഹിസ് മിഷൻ. ഞാനൊരു കാര്യം പറയാം, നമ്മളൊക്കെ ദൈവം നമ്മെ വിളിച്ച ആ വിളിയിൽ പൗലോസിനെ പോലെ ഒരു സമർപ്പണം നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സഭയൊക്കെ എന്നേ വളർന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻ്റ് ആണ്. സമർപ്പണമുള്ളവരെ എന്ത് ചെയ്യുന്നില്ല? കാണാനില്ല. ഉണ്ട്, അപൂർവം. ഏതില്? എങ്ങും. കുടുംബജീവിതത്തിലില്ല, സഭാജീവിതത്തിലില്ല, വിശ്വാസ ജീവിതത്തിലില്ല, സുവിശേഷ വേലയിലില്ല. ആളുണ്ടെന്നേ, പക്ഷെ കമ്മിറ്റിയുടെ സമർപ്പണമുള്ള എത്രയുണ്ട്? പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ച്, അവൻ്റെ ജീവിതം താൻ എന്നിട്ട് ഒരിക്കൽ പറഞ്ഞ ഓർക്കുന്നുണ്ട് നിങ്ങൾ, ഞാൻ എൻ്റെ പ്രാണനെ പോലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, വിലയേറിയാതെ ഇടുന്നില്ല. ആരൊക്കെ പോടുന്നേ? കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഒരിക്കൽ നിങ്ങളൊന്നും കൊണ്ടുവരാം. യേശു ശമരിയിലെത്തി അങ്ങനെ കിണറിൻ്റെ കരയിലിരിക്കുക. ശിഷ്യന്മാർ അപ്പം വാങ്ങിക്കാനായിട്ട് പോയി. അവർ കറക്റ്റ് സമയം നോക്കിയിട്ട് അപ്പം വാങ്ങിക്കാനായിട്ട് പോയി കേട്ടോ. 12:30 എന്ത് ചെയ്തു? അവർ ഭക്ഷണം വാങ്ങിക്കാനായിട്ട് പോയി. അപ്പോഴാ കർത്താവിന് ഒരാളെ കിട്ടുന്നത് സുവിശേഷം പറയാനായിട്ട്. ഇവർ ഒക്കെ കഴിച്ച് അവരെയൊക്കെ കഴിച്ച് കർത്താവിനുള്ള പൊതിയുമായിട്ട് കർത്താവിൻ്റെ അടുക്ക് വന്നു. കർത്താവിനോട് പറഞ്ഞു, ഗുരു ഭക്ഷിക്കാമെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ മറുപടി, എന്നെ അയച്ചവൻ്റെ വേല തികയ്ക്കുന്നതാ എൻ്റെ ആഹാരം. എന്നെ അയച്ചവൻ്റെ വേല തികയ്ക്കുന്നതാ എൻ്റെ ആഹാരം. അപ്പോൾ എന്നാൽ ആരെങ്കിലും ഇവനെല്ലാം തിന്നാൻ കൊടുത്തിട്ടുണ്ടാകുന്നു. അപ്പോൾ ഇവരുടെ ചിന്ത പോയത് ഉടനെ അവിടെ അങ്ങനെ പറയുന്നുണ്ട്. ആരെങ്കിലും ഇവനെന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കുക, കഴിക്കേണ്ട സമയമായപ്പോൾ സാറ് കഴിക്കാണ്ടിരിക്കുമ്പോൾ നിങ്ങളെന്ത് വിചാരിക്കും? നിങ്ങളൊക്കെ പോയി കഴിച്ചേച്ച് വരാൻ പറഞ്ഞു. നിങ്ങളൊക്കെ പോയി കഴിച്ചാൽ നിങ്ങൾ പറയാതെ എനിക്കൊരു പൊതിയും കൊണ്ടുപോകും. നിങ്ങൾ സാറെ കഴിക്കുന്നില്ല ചോദിച്ചു. ഞാൻ പറയാം, ഇപ്പം കഴിക്കുന്നില്ല. അവനോ കഴിഞ്ഞാൽ ആരെങ്കിലും സാറിന് എന്ത് ചെയ്യേണ്ട ഒരു പൊതി കൊടുത്തു കാണും. ശിഷ്യന്മാർ അന്നേരം പറഞ്ഞ എന്തോ, ഇവൻ ആരെങ്കിലും എന്ത് ചെയ്ത് കാണും? അപ്പം കർത്താവ് പറഞ്ഞു, എടാ, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല എൻ്റെ കുഞ്ഞെ ചിന്തിക്കേണ്ടത്, നിത്യജീവനായിട്ട് ഒരാത്മാവിനെ കിട്ടുമെങ്കിൽ അതാ വലുത്. 12:30 ആകുമ്പോൾ യോഗം നിർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് 10 മിനിറ്റ് അങ്ങോട്ട് പോകുമ്പോഴത്തേന്, കാരണം ഒരു ആത്മാവിൻ്റെ വിടുതലിൻ്റെ വക്കത്ത് എത്തിക്കുമ്പോഴാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? കീബോർഡിൽ കയറി ഇങ്ങനെ ഡിങ് 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 എന്ന് പറഞ്ഞാൽ ഭാഷയെ നിർത്തിക്കൊള്ളാം. ഞാൻ 12:30 കഴിഞ്ഞു, നിർത്ത, ഞങ്ങൾക്ക് ആഹാരം വേണം. കർത്താവ് പറഞ്ഞു, മനുഷ്യന് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല കുഞ്ഞെ ജീവിക്കേണ്ടത്. ഇവിടെ ശമരിയ പട്ടണത്തെ മുഴുവൻ ദൈവത്തെങ്കിലേക്ക് ആനയിക്കാൻ കഴിയുന്ന ഒരു ആത്മാവുമായിട്ട് ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കർത്താവ് സംവാദം ചെയ്ത് അവളെ മശിഹായിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുക കർത്താവ്. നിങ്ങൾ താഴെ വായിച്ചു നോക്ക്. ഇവിടെ പോയി ശമരിയ പട്ടണത്തെ മുഴുവൻ നേടിയെന്നുള്ളതാ. എല്ലാവരും പറയുന്നത് അവൾ മഹാപാപിനിയായിരുന്നെന്നാ. ഞാൻ ഒട്ടും സമ്മതിക്കത്തില്ല. കാരണം ഒരു പട്ടണം മുഴുവൻ അവളുടെ വാക്ക് കേട്ട് വിശ്വസിച്ച് വരണമെങ്കിൽ അവൾക്ക് ആ സമൂഹത്തിൽ എന്തോ ഒരു നല്ലൊരു ഹോൾഡുള്ളവളാണ്. അപ്പോൾ പിന്നെ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നതോ? 5 മരിച്ചു. ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ലെന്ന് പറയുന്നത് ശരിയാ? ആങ്ങളയുടെ കൂടെ താമസിക്കുന്നത്. ആയിക്കൂടെ? അന്നത്തെ കാലത്ത് ഭർത്താവ് മരിച്ചുപോയാൽ അനിയനെയൊക്കെ കഴിക്കുക, അനിയനെ കഴിക്കുക, അങ്ങനെ കഴിക്കുക. അത് അവിടുത്തെ നിയമമാണ്. വേറെ ദിവസം പറയുന്നില്ല 7 പേരെ കല്യാണം കഴിച്ച സഹോദരി ഉണ്ടായിരുന്നെന്നാ.
അത് സ്വർഗത്തിലാണ്. കർത്താവ് പറഞ്ഞു അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട, അവിടെ കല്യാണമൊന്നുമില്ല, നീ ഇനി അത് നോക്കി നീ ബുദ്ധിമുട്ടണം. ഇവൾ ആരുടെ കൂടെ, ചിലർക്ക് അതാ വലിയ അറിയണ്ടേ, അവർക്ക് സ്നാനപ്പെടുകയും സ്വർഗത്തിൽ പോയില്ലല്ലോ, ഇവൾ അവിടെ ചെന്ന് ആരുടെ ഭാര്യയായിട്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു വലിയ ഭാരിച്ച കാര്യം അന്വേഷിക്കേണ്ട, അവിടെ കല്യാണമൊന്നുമില്ല, അതുകൊണ്ട് നീ ഇങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ സംസ്കാരത്തിൽ അതായിരുന്നു, അത് അനുവദനീയമായിരുന്നു. ഇന്നുകൊണ്ട് ഭാരതത്തിൽ അങ്ങനെ ചില സംസ്കാരമുള്ള ഗോത്രങ്ങളുണ്ട്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അനിയനെ വിവാഹം കഴിക്കാം, അവനും മരിച്ചു, അടുത്തതിനെ വിവാഹം കഴിക്കാം, അടുത്തതിന് 5 മരിച്ചു, ഇനി ആരെ കഴിക്കാൻ? അവൾ നേരെ എന്ത് ചെയ്തു? അവൾ ആങ്ങളെ ഇനി ജീവനോടുള്ളൂ, ആങ്ങളുടെ വീട്ടിൽ പോയി പാർത്തു. ആ സമൂഹത്തിന് മുഴുവൻ സഹതാപം അർഹിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അവളെ പോലെ ഒരുത്തി വല്ല ചേരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കയറ്റും നമ്മൾ. ഇതും അവളുടെ അടുത്ത ആളെ കണ്ടുപിടിക്കാനുള്ള ഞാൻ അടവാന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ. പട്ടണം മുഴുവനും യേശുവിൻ്റെ പിന്നാലെ വരണമെങ്കിൽ അവൾക്ക് ആ പട്ടണത്തിൽ അതുപോലൊരു സ്ഥാനം ഉണ്ടായിരുന്നെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. ഇവിടെ അങ്ങനത്തെ ഉള്ളായിരുന്നു. ശരിയാ, ഇപ്പൊ നീ താമസിക്കുന്ന ഭർത്താവിൻ്റെ കൂടെ അല്ലെന്ന്, ആങ്ങളയുടെ കൂടെ അല്ലെങ്കിൽ അപ്പൻ്റെ കൂടെ. He was committed to the mission. നമ്മളൊക്കെ നമ്മുടെ ശുശ്രൂഷയിൽ ഒരു നല്ല കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര അവസരങ്ങൾ നമുക്ക് കിട്ടിയെന്നറിയാം. Paul was committed. നീ ആ വാക്യം ഒന്നുകൂടെ വായിക്കേ. പ്രയോജനങ്ങളൊന്നും മറച്ചുവെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്ന്. നിങ്ങളോട്, അതിന്റെ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ taught everyone, നിങ്ങളോടെല്ലാവരോടും. അതിൻ്റെ അർത്ഥം എന്നാ? He was an unprejudiced leader. എന്ന് പറഞ്ഞാൽ മുഖപക്ഷമില്ലാത്ത ഒരു നേതാവായിരുന്നു പൗലോസ്. എല്ലാവരെയും ഒന്നുപോലെ. നമുക്ക് വെളുത്തവരോടൊരു പ്രത്യേക സ്നേഹം കാണും, ചിലർക്ക് സഹോദരിമാരോട് സ്നേഹം കാണും, ചിലർക്ക് സഹോദരന്മാരോടാ. ദൂത് മുഴുവൻ പറയാൻ പോകുന്ന അവരെങ്ങോട്ട് എല്ലാവരും അങ്ങോട്ടൊരാ ഒരു വലിച്ചില്ല. ചിലർക്ക് ഇടത്തോട്ടൊരു വലിവായിരിക്കും അവർക്ക്, ചിലർക്ക് വലത്തോട്ടൊരു വലിവ്, ചിലർക്ക് കറുത്തവരോട് വലിവ്, ചിലർക്ക് വെളുത്തവരോട്, ചിലർക്ക് അവനവൻ്റെ വർഗത്തോടൊരു വലിവുള്ളവരുണ്ട്. കത്തോലിക്കെന്ന് വന്നതാണ് അവരോട് പ്രത്യേക ഒരു വലിവ്. സുറായി എന്ന് വന്നാണെങ്കിൽ അവരോട് വേറൊരു വലിവ്, ഹിന്ദുക്കളിൽ നിന്ന് വന്നാണെങ്കിൽ അവരോടൊരു വലിവ്. പൗലോസോട് പറയുന്നത് എന്തുവാ? എല്ലാവരോടും. പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ വാക്യം കൂടെ ചേർന്ന് പഠിക്കണം. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് യഹൂദനെന്നും യവനനെന്നുമില്ല, ദാസനെന്നും സ്വതന്ത്രനെന്നൊന്നുമില്ല, ആണെന്നും പെണ്ണുമെന്ന് എനിക്കില്ല. പൗലോസ് ഒരു ഭാഗത്ത് കടുപ്പിച്ചു പറഞ്ഞു, ഞാൻ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. നിന്റെ പശ്ചാത്തലം എനിക്ക് വിഷയമല്ലെന്ന്. Paul was a leader, an unprejudiced leader. മുഖപക്ഷമില്ലാത്ത, പക്ഷം ചേരാത്ത. അതൊക്കെ ആണെങ്കിൽ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് വന്നവരോടൊരു പ്രത്യേക സ്നേഹം കാണും. കാരണം ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് വന്നതല്ലേ. A true leader should be unprejudiced. മുഖപക്ഷമില്ലാത്തവൻ, പക്ഷം ചേരാത്തവൻ ആയിരിക്കണം. യഹൂദനും യവനനും ഒക്കെ അവൻ ഒന്നുപോലെ ഉള്ളൂ. 21 വാക്യങ്ങളല്ലേ വായിക്കുന്നേ? വായിച്ചേ. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും യാതൊരു പ്രജുഡിസും ഇല്ല. അടുത്തത് വായിച്ചോ. യഹൂദന്മാർക്ക് യവനന്മാർ സാക്ഷീകരിച്ചു എന്ന്. ഒന്നുകൂടെ വായിച്ചോ. 20, 21 വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചേ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും. ടെക്നിക്കലി പറയുകയാണെങ്കിൽ പരസ്യമായിട്ടും രഹസ്യമായിട്ടും. പബ്ലിക് മീറ്റിങ്ങിൽ ഞാൻ അത് തന്നെ പ്രസംഗിച്ചു. വീടുകളിൽ വന്നിട്ട് പേഴ്സണലായിട്ട് വീടുകളിലും ഞാൻ അത് തന്നെ ചെയ്തത്, പ്രസംഗിച്ചത്. വളരെ പ്ലെയിൻ ആയിട്ട് പൗലോസ് പറയും, യു നോ ഇറ്റ്. ഇത് നിങ്ങൾക്ക് അറിയാം. ചില സഭകളിൽ ചെന്നൊക്കെ പറയും, പാവപ്പെട്ടവരുടെ വീടുകളിലൊന്നും പാസ്റ്റർ എന്തില്ല, പോവാറില്ല.
പാസ്റ്റർ VIP വീടുകളിൽ മാത്രമേ എന്ത് ചെയ്തു. പൗലോസ് അങ്ങനല്ലായിരുന്നു. യഹൂദന്മാരോടും യവനന്മാരോടും ദാസന്മാരോടും എല്ലാവരോടും അവരെല്ലാം പൗലോസ് ഒരുപോലെ. അപ്പോൾ ഒരു അൺപ്രജുഡിസ്ഡ് മനുഷ്യനായിരുന്നു. അടുത്തത് വായിച്ചു 22. അതെ, ഇപ്പോഴിതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ആ യെരൂശലേമിലേക്ക് പോകുന്നു. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? തൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്പിരിറ്റ് ലെഡ് മിനിസ്ട്രി ആയിരുന്നു. ആത്മാവിനാൽ ഒരു നേതാവ്, ഒരു ലീഡർ എങ്ങനെ ആയിരിക്കണം? ഷുഡ് ബി സ്പിരിറ്റ് ലെഡ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരുവനായിരിക്കണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ക്ലാസ്സിൽ പോകണോ വേണ്ടായോ എന്ന് ചോദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞേ. അത് നിന്റെ കമ്മിറ്റ്മെൻറ്റാ. എന്തുവാ? ക്ലാസ്സിൽ വരിക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടേ വേറെ പരിപാടിയുള്ളൂ. ഐ ആം കമ്മിറ്റഡ് ടു മൈ കോൾ. എൻ്റെ വിളിയോട് ഞാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവനാ. പക്ഷെ എൻ്റെ ശുശ്രൂഷകളെല്ലാം എന്തായിരിക്കും? ആത്മാ നടത്തിപ്പിലായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ജീവിതാനുഭവങ്ങളൊന്നും ഒത്തിരി ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ദൈവസ്ഥനെ ചെല്ലുമ്പോൾ ദൈവാത്മാവിനോട് പറയും, ഈ വിഷയം ഇന്ന ആളുകളോട് വേണം നീ പറയാനെന്ന് പറയും. ഒരു 3-4 പേരുടെ പേര് എനിക്ക് വെളിപ്പെടുത്തി തരുന്നേ. ഒരു 10-400ഓളം പേരുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ. ദൈവാത്മാവ് പറയും, ഈ വിഷയം നീ ഇന്ന ആളുകളോട് പറയാൻ പറയും. അവരോട് പറഞ്ഞാൽ കറക്റ്റാണ്, അവരതിന് റെസ്പോണ്ട് ചെയ്തിരിക്കും. അങ്ങനത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്തൊരു നല്ലൊരു ജീവിതം എന്നറിയാമോ? എ സ്പിരിറ്റ് ലെഡ് മിനിസ്ട്രി. ശുശ്രൂഷ പല ടൈപ്പുണ്ട്. ഒന്ന് ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ശുശ്രൂഷ. ആത്മാവിനാൽ നടത്തപ്പെടുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഓളിയിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കുകയല്ല, ഒന്നല്ല. അത് നമ്മുടെ ശുശ്രൂഷ കാണുമ്പോൾ അറിയാം. നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ വളർത്തിയെടുക്കണം. നിങ്ങൾ ആരെങ്കിലും വായിച്ചാൽ സ്പിരിറ്റ് കൺട്രോൾഡ് ടെമ്പറമെൻ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. വായിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്? വായിച്ചിട്ടില്ല? അത് വായിക്കണം, ജീവിക്കണം അതുപോലെ. അവിടെ ഇരിക്കട്ടെ, ഇപ്പം ആവശ്യമുണ്ടെന്ന് മനസ്സിലായില്ലോ. വായിക്കാൻ സ്പിരിറ്റ് കൺട്രോൾഡ് ടെമ്പറമെൻറ്റ്, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന. നമുക്ക് ദേഹി ആത്മാവുണ്ടെന്നറിയാലോ അല്ലേ? ദേഹം നമുക്ക് എല്ലാം കണ്ട്. ദേഹി എന്ന് പറയുന്നത് നമ്മുടെ ജീവനും നമ്മുടെ ഇമോഷനും നമ്മുടെ ആ മണ്ഡലമാണ്, നമ്മുടെ വൈകാരിക. പിന്നെ ഒരു ആത്മമണ്ഡലമുണ്ട്. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ ആത്മമണ്ഡലം എന്ത് ചെയ്തു? ജീവിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇന്നലെ വരെ ഒരു ജഡീക മനുഷ്യൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ജഡമാ അവനെ എന്ത് ചെയ്യുന്നത്? അവൻ്റെ ബുദ്ധിമണ്ഡലത്തെയും ആത്മമണ്ഡലത്തെയും നയിക്കുന്നത് ജഡമാണ്. എന്ന് പറഞ്ഞാൽ ജഡം എന്ത് പറയും? ഇപ്പോൾ ഉറങ്ങണം തോന്നി ഉറങ്ങി, ഇപ്പോൾ അത് തിന്നണം തോന്നി തിന്നു, കുടിക്കണം തോന്നി കുടിച്ചു. എല്ലാം ജഡം പറയുന്ന പോലെ കേൾക്കത്തുള്ളൂ. എന്നാൽ ഇനി വേറൊരു കൂട്ടരുണ്ട്, ജഡം പറയുന്നത് കേട്ടാൽ ഒരു ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിക്കും, വേണോ ചെയ്താൽ ഇതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? അവർ ചുറ്റും ഒന്ന് നോക്കും, വല്ലവരും കാണുന്നുണ്ടോ? അത് ബുദ്ധിയാണ് അവരെ കൊണ്ട് നോക്കിപ്പിച്ചേ. ബുദ്ധി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ആരും ഇല്ലടാ, വേണമെങ്കിൽ എന്ത് ചെയ്തോ. അപ്പോൾ ആത്മമണ്ഡലം പറയും, നീ ദൈവത്തിനെതിരെ പാപം ചെയ്യുക, നീ ഒരു ദൈവപൈതല, ഇത് നിനക്ക് ചെയ്യാൻ പാടില്ല. ബുദ്ധി പറഞ്ഞു അതിനെ ആരും കാണുന്നില്ലല്ലോ, കാണണ്ട. ആത്മമണ്ഡലം പറയുന്നു, എന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്, വേണ്ടാന്ന് വെച്ച് തിരിച്ചു പോകുന്നു. അതാണ് സ്പിരിറ്റ് കൺട്രോൾഡ് ടെമ്പറമെൻറ്റ്. ആത്മാവിനാൽ നയിക്കപ്പെട്ടു. പോകുന്ന വഴിക്ക് ജഡം ചോദിച്ചു, കിട്ടിയ ചാൻസ് നീ ചുമ്മാ എന്ത് ചെയ്തു? കളഞ്ഞു. ബുദ്ധി പറഞ്ഞു ചെയ്യായിരുന്നു, വേണമെങ്കിൽ ആരും ഇല്ലായിരുന്നു അവിടെ, എല്ലാം സേഫായിരുന്നു. പക്ഷെ ആത്മാവ് പറഞ്ഞു നീ ജയാളിയായി, നീ ദൈവത്തെ പ്രസാദിപ്പിച്ചു, അതിനുള്ള ബോണസ് ഞാൻ നിനക്ക് തരാൻ വരുന്ന വഴിക്ക്.
ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഇത് നടക്കും, എപ്പോഴും നടക്കും, എപ്പോഴും നടക്കും. എപ്പോഴും നമുക്ക്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ജഡത്തിൻ്റെ ഇച്ഛയെ ജയിച്ചിരിക്കും. പക്ഷെ എപ്പോഴും പറ്റണം, പാടാ. പായസം കണ്ടപ്പം, ഉദാഹരണം പറഞ്ഞ ലഡു കണ്ടപ്പം തിന്നണമെന്ന് എന്തോ പറഞ്ഞു, ജഡം പറഞ്ഞു. കാരണം വായിലുടനെ വെള്ളം വന്നു, ജഡം അങ്ങ് പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഉടനെ ബുദ്ധി പറഞ്ഞു, വേണ്ട, ഷുഗറാ. അപ്പോൾ ജഡം പറഞ്ഞു, അതിനിപ്പോൾ എന്നാ ഒരു ഇടുന്ന ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചാൽ മതി, അപ്പോൾ എന്ത് ചെയ്തോളൂ, ബാലൻസ് ചെയ്തോളൂ. അപ്പോൾ ആത്മാവ് പറഞ്ഞു, വേണ്ട, ജഡത്തിൻ്റെ ഇച്ഛയെ നീ ജയിക്കുക. കപ്പലിൻ്റെ കണ്ടാൽ വിടത്തില്ല. എന്നിട്ട് വൈകുന്നേരം പറയും, ഗ്യാസാ പാസ, എനിക്കൊന്നും വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഗ്യാസിൻ്റെ ഇടയ്ക്ക്. ഞാൻ പറഞ്ഞു, ഇതിന് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, ഞാൻ പറയുന്നത് മരുന്നൊന്ന് കഴിച്ചാൽ മതി. ഏതാ, നീ പരിപ്പുറക്കൊന്ന് ഒഴിവാക്കുക, കപ്പലിൻ്റെയൊക്കെ ഒന്ന് ഒഴിവാക്കുക. അപ്പം വായി കിട്ടുന്ന കൈ കിട്ടുന്നതെല്ലാം വാരി തിന്നിട്ട് എനിക്ക് തടി കുറയ്ക്കണം എന്ന് വെച്ചാൽ കുറയത്തൊന്നുമില്ല. എനിക്ക് ഗ്യാസിൻ്റെ ട്രബിളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രബിളിന് പിശാചൊന്നുമല്ല കാരണക്കാരൻ, നിന്റെ ജഡമാണ്. പൗലോസിന്റെ ശുശ്രൂഷ മുഴുവനും, ആ വാക്യം നമ്മളൊന്നുകൂടെ വായിച്ചേ. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? എനിക്ക് റെസിസ്റ്റ് ചെയ്യാൻ, എനിക്ക് എതിർക്കാൻ കഴിയാതെ വണ്ണമുള്ള ഒരു പ്രേരണ എൻ്റെ അന്തരാത്മാവിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വന്നുകൊണ്ടിരിക്കുക. അതിനേറ്റവും നല്ല ഉദാഹരണം പ്രവാചകൻ പറയുന്നതാണ്. ഞാൻ ഇനി അവനെക്കുറിച്ച് പറയത്തില്ലെന്ന് പറഞ്ഞാലോ, ഇതെൻ്റെ അസ്ഥിക്കകത്തിരുന്നിട്ട് എൻ്റെ അസ്ഥിക്കകത്ത് തീ പിടിച്ച പോലെ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്ന്. ദാറ്റ് ഈസ് സ്പിരിച്വൽ ലൈഫ്. അതാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം എന്ന് പറയുന്നത്. എ ലീഡർ, ഒരു നേതാവ് അങ്ങനെ ഒരുവനായിരിക്കണം. അവൻ ചെയ്യുന്നത്, അവൻ പ്രവർത്തിക്കുന്നത്, അവൻ പറയുന്നത് മുഴുവനും എന്തായിരിക്കണം? He should be pretty sure that he is led by the Holy Spirit. പരിശുദ്ധാത്മാവാണ് എന്നെ ഈ കാര്യം പറയാൻ പ്രേരിപ്പിച്ചത് എന്ന് ബോധ്യം ഉണ്ടായിരിക്കണം, നല്ല ബോധ്യം വേണം. ഞാൻ ഇന്നലെ ഒരു പ്രവചനം കേട്ടു, ഞാനും ജോസഫും എല്ലാം കൂടെ. നിങ്ങൾക്ക് കേട്ടോ അറിയത്തില്ല, അങ്ങനെ ട്രോളായിക്കൊണ്ടിരിക്കുക. ഭൂമിശാസ്ത്രം പോലും അറിയത്തില്ലെന്ന് തോന്നുന്നു പരിശുദ്ധാത്മാവിന്. അങ്ങനെ ഉണ്ടാവുക. ഒരാളൊന്ന് പ്രവചിക്കുകയാണ് ഒരു സഭയിൽ, ഇതാ ദൈവം ഇന്ന മിനിസ്ട്രിക്ക് വേണ്ടി സൗത്ത് ആഫ്രിക്കയിൽ യുക്രൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടായിരുന്നോ? യുക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ദൈവം ഇതാ ഒരു വാതിലുകൾ നമുക്ക് തുറന്നു വരുന്നു. എന്നാ, ആത്മാവിന് യുക്രൈൻ എവിടാന്ന് അറിയത്തില്ല. കേൾക്കണം, അത് കേൾക്കണം. നിങ്ങൾ എവിടെ പഠിച്ചു വന്നതാ ഈ കുട്ടി? സ്കൂൾ ഓഫ് പ്രോഫറ്റ്സിൽ നിന്ന് പഠിച്ചു വന്നതാണ്. പ്രവചിക്കേണ്ടത് എങ്ങനെയെന്ന് എന്ത് ചെയ്തിരിക്കുക, കുട്ടീനെ പഠിപ്പിച്ചിരിക്കുകയാണ്. 4 അന്യഭാഷ, അത് കഴിഞ്ഞാൽ ഇത്, പിന്നെ 4 അന്യഭാഷ. പ്രവാചകന്മാരൊക്കെ തൂത് പറഞ്ഞത് ഒരു അന്യഭാഷയും പറയാതെ, ദേശമേ യഹോവയുടെ അരുളപ്പാട് കേൾപ്പും എന്ന് പറഞ്ഞ് പിന്നെ അന്യഭാഷ പറഞ്ഞു ഒന്നുമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ആക്കി വെച്ചു. പിന്നെ 2 അന്യഭാഷ പറഞ്ഞിട്ട് തൂത് പറഞ്ഞാലേ എന്ത് ചെയ്യത്തുള്ളൂ, ഏക്കുള്ളൂ എന്നുള്ള രീതിയിൽ ജനത്തെ എന്ത് ചെയ്തു, നമ്മൾ ആക്കി വെച്ചു. വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ ആയിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ ഓരോരുത്തരുടെ ദൂതും പ്രവചനമൊക്കെ. അതല്ല സ്പിരിറ്റ് ഫിൽഡ് ലൈഫ് എന്ന് പറയുന്നത്, അതല്ല സ്പിരിറ്റ് ലെഡ് ലൈഫ് എന്ന് പറയുന്നത്, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതം എന്ന് പറയുന്നത് അതല്ല. പൗലോസിൻ്റെ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ അവൻ്റെ ശുശ്രൂഷ മുഴുവനും ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടതായിരുന്നു. ഞാൻ പറഞ്ഞത്, ദൈവമാണോ നിന്നെ, ദൈവം പറഞ്ഞിട്ടാണ് പറയാണ്. ദൈവം എന്നോട് പറഞ്ഞത് എന്തുവാ, ഇന്ന കാര്യം ബ്രദറിനോട് പറയാനായിട്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ചെല്ലാൻ ദൈവം എന്നോട്. പിന്നെ തന്നെ നീ പ്രതികൂലം കണ്ടിട്ട് മാറിപ്പോന്നെ അവിടുന്ന്?
ദൈവമല്ലേ നിന്നെ അയച്ചത്. അത് കഴിഞ്ഞിട്ട് പൗലോസ് പറയാ അവിടെ എനിക്ക് വരാൻ പോകുന്നത് എന്തുവാന്നൊന്നും എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ ഒരു പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു അരക്കച്ച എടുത്ത് ഇവൻ്റെ കയ്യും കാലും കഴിച്ചു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യെരുശലേമിൽ ഇതുപോലെ ബന്ധിക്കുമെന്ന് പറഞ്ഞു. പൗലോസ് പറഞ്ഞു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായിട്ട് ഒരുങ്ങിയിരിക്കുക, എന്നെ ഇതൊന്ന് ഇങ്ങനൊന്നും കെട്ടി ഉപ്പാടി എന്നെ എന്ത് ചെയ്യാൻ ഉമ്മാക്കി കാണിക്കുക, എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ ശുശ്രൂഷയിൽ നിന്നൊന്നും എന്ത് ചെയ്യത്തില്ല, പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. കാരണം ആത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അങ്ങനെയുള്ളൊരു വേണം നമുക്ക്. അല്ലാണ്ട് പക്ഷേ ഭയങ്കര പ്രതികൂല. അതേ എല്ലാവരും അവിടെ ഇളകട്ടെന്നേ. നീയല്ലേ പറഞ്ഞ ദൈവം നിന്നോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞൊന്ന്. ഞാൻ സാധാരണ കേസിൽ ഇവിടുന്ന് ആരെയും വിടത്തില്ല. അവരോട് പ്രാർത്ഥിച്ച് വേറെ സ്ഥലം കണ്ടെടുക്കാൻ പറയും. അല്ലേ സാറ് വിട്ടിട്ടാണ് ഞാൻ പോയെന്ന് പറയും. നീ പ്രാർത്ഥിക്കേ, ദൈവം നിനക്കൊരു ദർശനം തന്നെങ്കിൽ. ചിലയിടത്ത് ദൈവം എനിക്ക് ദർശനം തരും, എൻ്റെ അടുത്ത് പോയി വേല തുടങ്ങാൻ പറയും. മുഴുവൻ ഞാൻ മുടക്കുവാനും വേണ്ടിയിട്ട്. കാരണം ദൈവം തന്നൊരു ദർശനമാണ്. പൗലോസിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. വായിച്ചോ, വാക്കിനെ ഒന്നുകൂടെ വായിക്കേ. ഇപ്പോൾ താൻ പറയുക, ഇപ്പോഴിതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി അവിടെ കാത്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എ ട്രൂ ലീഡർ ഷുഡ് ബി എ courageous one. ഒരു യഥാർത്ഥ നേതാവ് ധൈര്യശാലി ആയിരിക്കണം. അവിടെ ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായിട്ട് കാത്തിരിക്കുന്നു എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? കർത്താവിനോട് സാക്ഷീകരിക്കുക. അതിനോട് ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ഞാന് എന്നാ ധൈര്യമാണ്. നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ പരസ്യം നടത്താനൊക്കെ തീരുമാനം എടുത്തുന്നു, എന്നെ വഴിക്ക് പോകാൻ തീരുമാനം എടുത്തു. അത് പറഞ്ഞു അവിടെ നിന്ന് ആർഎസ്കാരുടെ ഭയങ്കര പരിപാടി നടക്കുക, അങ്ങോട്ട് എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകണ്ട, നമുക്ക് എന്ത് ചെയ്യാം, പടിഞ്ഞാറേ കോട്ടയിൽ നമുക്ക് എന്ത് ചെയ്യാം, കിഴക്കേ കോട്ടയിലോട്ട് പോകാം. അത് പിന്നെ ക്രിസ്ത്യൻ സെൻ്ററാണല്ലോ. കിഴക്കേ കോട്ട ക്രിസ്ത്യൻ സെൻ്റർ, സുഖായിക്കാരുടെയും കത്തോലിക്കരുടെയും എല്ലാം കോട്ടയാണ് കിഴക്കേ സെൻ്റർ. നമുക്ക് എന്ത് ചെയ്യാം. ഇന്നലെ വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവേ, ഞങ്ങൾ പടിഞ്ഞാറക്കോട്ട നടക്കുന്ന വേലയെ അനുഗ്രഹിക്കണേ, അവിടെ ഞങ്ങൾ പരസ്യമൊക്കെ നടത്താൻ പോവുക. ഇന്നലെ വരെ അന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് എങ്ങോട്ടാ? പടിഞ്ഞാറക്കോട്ട പോകുന്നെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചേ. പോകാറായപ്പോൾ ഒരു ന്യൂസ് കേട്ടു. എന്ന് പറഞ്ഞു, പടിഞ്ഞാറക്കോട്ട അവിടെ ഭയങ്കര അട്ടില്ലകളെയാണ്. അതുകൊണ്ട് ഒട്ടനെ നമ്മൾ റൂട്ട് മാറ്റി കർത്താവ് ദൂതന്മാരെയൊക്കെ എവിടെ കൽപ്പിച്ചാക്കിയേക്കുക? പടിഞ്ഞാറക്കോട്ടയിലേക്ക് ആക്കിച്ചേക്കണേ. നിങ്ങളിവിടെ കിഴക്കേ കോട്ടയിൽ അടി മുഴുവൻ കിഴക്കേ കോട്ടയിലും കിട്ടി. കാരണം അവിടെ ദൂതന്മാരെ മുഴുവൻ കൽപ്പിച്ചാക്കിയേക്കുന്ന അവിടെയാ. ഒരാഴ്ച മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. എവിടെ? പടിഞ്ഞാറക്കോട്ട നടക്കുന്ന പരസ്യോഗത്തിനും ഇതിനും വേണ്ടി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പെട്ടെന്ന് അങ്ങ് എന്ത് ചെയ്തു, മാറ്റി നമ്മൾ കിഴക്കേ കോട്ടയിലോട്ട്. തമ്പുരാൻ പറഞ്ഞ ദൂതന്മാരോട് ഞാൻ അവിടെ തന്നെ നിൽക്കുക. എൻ്റെ ആലോചന പ്രകാരമല്ല ഈ പോകുന്നത്, കാക്കാൻ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇവിടെ ഇല്ലില്ല. ഇത് അവൻ്റെ ആലോചനയിൽ അവൻ പോയതാ. കിട്ടുന്നെങ്കിൽ മേടിച്ചോട്ട് പോന്നോട്ട്. ദൂതന്മാരോട് പറഞ്ഞ് ആരും അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കാവൽ ചെയ്തിടുവാൻ ദൂതന്മാരുണ്ടല്ലോ. എവിടെ? പടിഞ്ഞാറക്കോട്ടയിൽ. കിഴക്കേക്കോട്ടയിലല്ല. നീ ഒരാഴ്ച മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്തോത്തിന് വേണ്ടിയാ? പടിഞ്ഞാറക്കോട്ട വേല നടത്താൻ പോകുന്നൊന്നും പറഞ്ഞേച്ചാ. സ്പിരിറ്റിലാണ് ഇവിടെ നമ്മൾ എഴുതുന്നത് ഫിയർലെസ്, ധൈര്യശാലിയായി. എവിടുന്ന് കിട്ടി ഈ ധൈര്യം? അവിടെയാണ് എൻ്റെ കളി. എവിടുന്ന് അവൻ ഈ ധൈര്യം കിട്ടിയേ? വായിച്ച വാക്യം ഒന്നുകൂടെ വായിരേ. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ. എന്നാ ഇത്ര ധൈര്യം? ഇത് കർത്താവ് തന്ന ശുശ്രൂഷയാണ്. ഒരു നേതാവിന് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നല്ല ബോധ്യം വേണം. ഇത് കർത്താവ് തന്നതാണ്. പൗലോസ് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, എന്നെ വിശ്വസ്തനെന്നെണ്ണി. എന്നെ വിശ്വസ്തനെന്നെണ്ണി തമ്പുരാനൊരു ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചു. ഇത് തമ്പുരാൻ തന്നതാണ്. അതുകൊണ്ട് പേടിയില്ലാത്ത. നിന്നെ വിശ്വസ്തനെന്നൊക്കെ എണ്ണിയാ തന്നെ, പക്ഷെ നിന്നെ സമയത്തിന് നിന്നെ കാണില്ലെന്നേ ഉള്ളൂ. ബോധ്യമുള്ളവനായിരിക്കണം. ആ ബോധ്യം എന്നുള്ളത് ദൈവം തന്ന ശുശ്രൂഷ എന്നാണ്.
അടുത്ത വാക്യം വായിച്ചോ. 20 23 വായിച്ചോ. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. താൻ പറയുന്നു കർത്താവായ യേശു തന്ന ശുശ്രൂഷ എനിക്ക് എന്ത് ചെയ്യണം? ലീഡർ, ഒരു നേതാവ് ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായിരിക്കണം. ഒരു നേതാവ് ലക്ഷ്യത്തെക്കുറിച്ച്, എന്താ എൻ്റെ ലക്ഷ്യം? എൻ്റെ കർത്താവ് തന്ന ശുശ്രൂഷ എനിക്ക് എന്ത് ചെയ്യണം? തികയ്ക്കണം. അവിടെ ആ പദം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഐ വാണ്ട് ടു കംപ്ലീറ്റ് ഇറ്റ്. നമ്മളൊക്കെ എന്ത്, ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ഇനി ബാക്കിയുള്ളവർ അടുത്ത തലമുറ എന്ത് ചെയ്തോട്ടെ. ഞാൻ ഇത്രയൊക്കെ അല്ലല്ല. ഐ വാണ്ട് ടു കംപ്ലീറ്റ് ഇറ്റ്. എന്നെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ എനിക്ക് എന്ത് ചെയ്യണം? തികയ്ക്കണം. ജീവിതത്തിന് എപ്പോഴും ലക്ഷ്യം അതായിരിക്കണം. എങ്ങനെയെങ്കിലൊക്കെ ചെയ്ത് തീർക്കുക എന്നുള്ളതല്ല. തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ പൗലോസ് പറഞ്ഞാവുന്നുണ്ട്, പറഞ്ഞു ഞാൻ നല്ല പൊരുതും. ഞാൻ പൊരുതെന്നല്ല പറഞ്ഞേ, നല്ല മനസാക്ഷിയോട് ചേർത്ത് പിടിച്ച് പൗലോസിന് പറയാൻ കഴിയും, നല്ല പോർ. ഓടാൻ കഴിയാത്തൊരു കാലം വരുമ്പോൾ, പാടാൻ പറ്റാത്തൊരു കാലം വരുമ്പോൾ, പ്രസംഗിക്കാൻ കഴിയാത്തൊരു കാലം വരുമ്പോൾ, യാത്ര ചെയ്യാൻ പറ്റാത്ത കാലം വരുമ്പോൾ, അന്നേരം പറയരുത് ശോ എത്ര നാൾ വൃഥാവായി ഓടി എന്ന് പാടാനിട വരരുത്. ഞാൻ നല്ല പോരുത്. ദൈവം എനിക്ക് തന്ന അവസരം മുഴുവനും എൻ്റെ ആരോഗ്യം പോലും നോക്കാതെ ഞാൻ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു എന്ന് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയണം. കിട്ടിയ അവസരം മുഴുവൻ എന്ത് ചെയ്തു? നമ്മൾ പാഴാക്കി കളഞ്ഞു. കുറച്ചുകൂടെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഓടാമായിരുന്നു. കുറെ കൂടെ എനിക്ക് ചെയ്യാമായിരുന്നു. കുറച്ചുകൂടെയൊക്കെ എനിക്ക് എന്ത് ചെയ്യാമായിരുന്നു? യഹൂദന്മാരെ നാസികൾ അതികഠിനമായിട്ട് കൊന്നൊടുക്കുന്ന സമയത്ത് ധനാഢ്യനായ ഒരു യഹൂദനുണ്ടായിരുന്നു. അവൻ വില പറഞ്ഞിട്ടിരിക്കുക. ഓരോ യഹൂദനും കാശ് കൊടുത്ത് വാങ്ങിക്കാം, കാശ് കൊടുത്ത് അവനെ കിട്ടും. ഇയാളിനുണ്ടായിരുന്ന സകല പണവും കൊടുത്ത് ആയിരക്കണക്കിന് യഹൂദന്മാരെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? വിലയ്ക്ക് വാങ്ങി അവരെ രക്ഷപ്പെടുത്തി. താൻ സ്നേഹിച്ച ഒരു വാച്ച് തൻ്റെ കൈ കിടപ്പുണ്ടായിരുന്നു. മരണസമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, അയ്യോ ഇതും കൂടെ വിറ്റ് എനിക്കൊരു 4 യഹൂദനെ കൂടെ നേടാൻ കഴിയുമായിരുന്നെങ്കിൽ, എനിക്ക് ഇതും കൂടെ വിറ്റായിരുന്നെങ്കിൽ ഒരു 4 യഹൂദനെ കൂടെ എനിക്ക് എന്ത് ചെയ്യാമായിരുന്നു. ആ ദുഃഖത്തോടെ ആ മനുഷ്യൻ മരിക്കുന്നത്. ഒത്തിരി ചെയ്ത മനുഷ്യനാണ്, ഒത്തിരി. പക്ഷെ താൻ വളരെ സ്നേഹിച്ചൊരു വാച്ച് എനിക്ക് വിട്ടുകൊടുക്കാൻ മനസ്സിലാഞ്ഞുകൊണ്ട് പല യഹൂദന്മാരും മരണത്തിനടിമപ്പെട്ടു പോയി. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈ ബലപ്പെട്ടിരിക്കുന്നു. ഇയാൾ ഒത്തിരി പേരെ വില കൊടുത്ത് വാങ്ങിച്ചു, ഒത്തിരി പേരെ വിലയ്ക്ക് വാങ്ങിച്ചു. പക്ഷെ അദ്ദേഹം അവസാനം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അയ്യോ എനിക്ക് ഈ വാച്ചൂടെ വിറ്റായിരുന്നെങ്കിൽ എനിക്കൊരു 4 പേരെ കൂടെ. 4 പേരെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്ന എത്രയാണെന്ന് ആർക്കറിയാം? 4 കുടുംബം. ആ 4 കുടുംബത്തിൽ 2 മക്കളെ വെച്ച് കൂട്ടുകയാണെങ്കിൽ അത്രയും അവരിൽ നിന്ന് ഒരു തലമുറ മുഴുവൻ എന്ത് ചെയ്തു? നശിച്ചുപോയി. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ദുഃഖിക്കേണ്ടി വരൂ? കർത്താവ് എനിക്ക് അവസരം തന്നിട്ട് എൻ്റെ FD പൊട്ടിക്കാൻ മനസ്സില്ലാഞ്ഞുകൊണ്ട്, കർത്താവ് എനിക്ക് അവസരം തന്നിട്ട്
എൻ്റെ ബാങ്കിൽ കിടക്കുന്ന എടുക്കാൻ മനസ്സിലായതുകൊണ്ട് ഇത് നമ്മളിത് പറഞ്ഞ് എന്നെ ആരും സഹായിച്ചില്ല. നിൻ്റെ ഉണ്ടായിരുന്നല്ലോ വായിക്കും, നിൻ്റെ സ്വർണ്ണം എടുത്ത് വിറ്റായിരുന്നു കിട്ടുന്നില്ലായിരുന്നു നമുക്ക്. ഞാൻ സ്വർണ്ണത്തിനെതിരൊന്നുമല്ല, ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താ അറിയുമോ? ഈ മനുഷ്യൻ വിലാപത്തോടെ പറഞ്ഞിരുന്നു, ഐ വിഷ് ഐ വുഡ് ഹാവ് സോൾഡ് ഇറ്റ്. ഇത് വിറ്റിരുന്നെങ്കിൽ എനിക്ക് 4 യഹൂദ കുടുംബത്തെ കൂടെ എനിക്ക് എന്ത് ചെയ്യാമായിരുന്നു. ദൈവം തന്ന എത്രയോ അവസരങ്ങൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ. ദൈവം നമുക്ക് തന്ന എത്രയോ അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാറ്റിയില്ലേ? പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം പറയാ, ഞാൻ പോരുതെന്നല്ല പറഞ്ഞ്, ഞാൻ നല്ല പോരുത്. എങ്ങനെയൊക്കെയോ ഞാൻ ഓടി എന്നല്ല പറഞ്ഞ്, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. ഒരു നേതാവ് തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്.